യുകെയിൽ വീട് വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളൊരു പ്രോപ്പർട്ടി വിഷ്വലൈസ് ചെയ്തിട്ട് എങ്ങനെ ഓഫർ കൊടുക്കുമെന്ന് അറിയാണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. ഞങ്ങളിവിടെ ഒരു ഓൾഡ് ഹൗസ് പോയി കണ്ടിട്ട് ഇഷ്ടമായിട്ട് ഞങ്ങൾ അവരുടെ റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റിനെ ഫോം വിളിച്ചിട്ട് ഒരു വെർബൽ ഓഫർ പ്രൊവൈഡ് ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു അവർക്ക് വെർബൽ ഓഫർ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ ഫോമലി ഒരു ഓഫർ പ്ലേസ് ചെയ്യണം. ഇങ്ങനെ ഫോമൽ ഓഫർ പ്ലേസ് ചെയ്യുന്നത് സോളിസിറ്റർ വഴിയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ മോർഗേജ് അഡ്വൈസറിനെ കോൺടാക്ട് ചെയ്തു. ഞങ്ങളുടെ മോർഗേജ് അഡ്വൈസർ ഇംഗ്ലണ്ടിലുള്ള ഒരാളായിരുന്നു. ആൾക്ക് അറിയുന്ന സോളിസിറ്റേഴ്സും ഇംഗ്ലണ്ട് ബേസ്ഡ് ആൾക്കാരായിരുന്നു. നമുക്ക് ഒരു ഓഫർ സ്കോട്ട്ലൻഡിൽ പ്ലേസ് ചെയ്യണമെങ്കിൽ ഇവിടുത്തെ സോളിസിറ്റർ വഴിയെ പ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ അവർ മുഖാന്തരം കോൺടാക്ട് ചെയ്ത് സ്കോട്ട്ലൻഡിലെ സോളിസിറ്റർ വഴി ഞങ്ങൾ ഫോമൽ ഓഫർ പ്ലേസ് ചെയ്തു. ഇനി നിങ്ങൾ ഈ ഫോമൽ ഓഫർ പ്ലേസ് ചെയ്യുമ്പോൾ എത്ര എമൗണ്ട് വരെ പ്ലേസ് ചെയ്യാം എന്നുള്ളതൊക്കെ നമുക്ക് സോളിസിറ്ററിനോട് തന്നെ ചോദിക്കാം. അപ്പോൾ സോളിസിറ്റർ മാർക്കറ്റ് ട്രെൻഡ് അനുസരിച്ചിട്ട് നമുക്ക് കിട്ടാൻ ചാൻസ് കൂടുതൽ അനുസരിച്ചിട്ടുള്ള ഒരു എമൗണ്ട് പറഞ്ഞു. അങ്ങനെ ഫോമൽ ഓഫർ പ്ലേസ് ചെയ്തതിന് ശേഷം പിന്നെ ഒരു കാത്തിരിപ്പായിരുന്നു. ബിക്കോസ് അവർ ക്ലോസിംഗ് ഡേറ്റ് കഴിഞ്ഞാലാണ് നമ്മുടെ ഓഫർ സക്സസ്ഫുൾ ആയോ ഇല്ലെങ്കിൽ റിജക്റ്റ് ആയോ എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. ക്ലോസിംഗ് ഡേറ്റ് എങ്ങനെ സെല്ലർ ഡിസൈഡ് ചെയ്യണമെന്ന് വെച്ചാൽ അവർ ആഗ്രഹിക്കുന്ന ഒരു ഓഫർ പ്രൈസ് ആരെങ്കിലുമൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ആ ഒരു എമൗണ്ട് റീച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ അതിനനുസരിച്ചിട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടി ഒരു ക്ലോസിംഗ് ഡേറ്റ് വെക്കും. അങ്ങനെ ക്ലോസിംഗ് ഡേറ്റ് വന്നു. നമ്മുടെ ഓഫറാണ് അവർക്ക് ഇഷ്ടമായത്, അതുകൊണ്ട് അവർ ആ ഓഫർ ആക്സെപ്റ്റ് ചെയ്തു. ഇനി സെല്ലർ എങ്ങനെയാണ് ഓഫർ ആക്സെപ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ അതിന് കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. നമ്മളൊരു ഫസ്റ്റ് ടൈം ബയർ ആണോ അല്ലെങ്കിൽ ഒരു ചെയിൻഡ് ബയർ ആണോ, വിച്ച് മീൻസ് നമുക്കൊരു വീട് വിറ്റിട്ട് വേണോ ഈ വീട് എടുക്കാൻ, അങ്ങനെ നിങ്ങൾ ഫിനാൻഷ്യലി ഓക്കെ ആണോ, അങ്ങനെ നമ്മുടെ ഡിപ്പ് വാല്യൂസ് ഒക്കെ അവർ നോക്കും. അങ്ങനെ കുറേ ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്തിട്ടാണ് കേട്ടോ സെല്ലർ നമ്മുടെ ഓഫർ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളുടെ സെല്ലർ ഈ വീട് വിറ്റിട്ട് വേണമായിരുന്നു അവർക്ക് വേറൊരു വീട് വാങ്ങാൻ. ദേ വർ ഡൗൺ സൈസിങ് ഇറ്റ്. അതുകൊണ്ടാണ് നമുക്ക് കുറച്ച് ടൈം കിട്ടിയതും. അതുപോലെ നമ്മൾ ഫസ്റ്റ് ടൈം ബയർ ആകുമ്പോൾ നമുക്ക് അധികം പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ സ്മൂത്ത് ആയിട്ട് മോർഗേജ് പ്രോസസ്സ് നടക്കും. അപ്പോൾ അവർക്ക് വേഗം ഈ വീട് വിറ്റിട്ട് അടുത്ത വീട് വാങ്ങാം എന്നുള്ളൊരു ക്രൈറ്റീരിയൻ കൊണ്ടുമാണ് നമ്മുടെ ഓഫർ ആക്സെപ്റ്റ് ആവാൻ കൂടുതൽ കാരണം. പക്ഷേ ഞങ്ങൾ ആ വീഡിയോയായിട്ട് പ്രൊസീഡ് ചെയ്തില്ല. ബിക്കോസ് ഞങ്ങൾ മോർഗേജ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ട് ബാങ്കിൻ്റെ ഇവാലുവേറ്റർ വഴി അവർ പോയി ഇൻസ്പെക്ട് ചെയ്തപ്പോൾ സ്ട്രക്ചറൽ ഡാമേജ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചു. അങ്ങനെ ഞങ്ങൾ മോർഗേജ് പ്രോസസ്സിൽ നിന്ന് ബാക്ക് ഔട്ട് ചെയ്തു. ഇതാണ് കേട്ടോ എനിക്ക് വന്ന ഒരു ഓൾഡ് ഹൗസിൻ്റെ ഒരു എക്സ്പീരിയൻസ്. നിങ്ങൾക്ക് നന്നായി യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആയിട്ട് നെക്സ്റ്റ് ടൈം കാണാം. ബൈ.